വെളുപ്പിനെ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുവാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ തമ്മിൽ കാണുമ്പോൾ മനസ്സിലാകും ഞാൻ എവിടേക്ക് പോകാനാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നതെന്ന്. പരുപരാ നേരം വെളുത്തപ്പം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുവാണ്. നമ്മൾ വഞ്ചിനാടിന് കയറി പോകാനായിട്ടാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ. എങ്ങോട്ടേക്കാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ട്രെയിനിൽ കയറിയിരുന്നിങ്ങനെ രാവിലെ സമയത്ത് ഏത് സമയത്തായാലും കുഴപ്പമില്ല, രണ്ട് സൈഡിലെയും ഭംഗിയൊക്കെ കണ്ട് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തരുന്നതാണേ. എനിക്കാണെങ്കിൽ ഈ ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ട്രെയിനിൽ പോകുന്ന ഭയങ്കര ഇഷ്ടമാണ്. കാരണം കാലും കയ്യും ഒക്കെ ഒന്ന് നിവർത്തുകയും ഒന്ന് എഴുന്നേറ്റ് നടക്കുകയും ഒക്കെ ചെയ്യാമല്ലോ, നമുക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്. അപ്പം നമ്മൾ ട്രെയിനിലെ യാത്ര തുടങ്ങിയിരിക്കുവാണേ. എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾ കണ്ടു, ഇതിനൊന്നും യാതൊരു ബന്ധമില്ലാത്ത പോലെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. അപ്പോൾ നമുക്കൊന്ന് വിഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചിളക്കിയിരിക്കുവാണേ. കണ്ടോ, ഒരു ഹായ് പറയുമെന്ന് പറഞ്ഞപ്പം ഒരു ഹായ് പറഞ്ഞു തന്നിരിക്കുവാണേ. പിന്നെ നമ്മൾ ഈ യാത്ര ചെയ്ത അവസരത്തിൽ നമ്മളുടെ ഒരു സബ്സ്ക്രൈബറെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ബിന്ദു മാഡമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷമാണ്. മാഡത്തിൻ്റെ വീട് തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു ഇവിടുന്ന് ബസ് കിട്ടുന്ന സ്ഥലമൊക്കെ അറിയാവോ. ഇനി ഇവിടുന്ന് നമ്മൾ ബസ്സിന് വേണം കേട്ടോ ബാലരാമപുരത്തേക്ക് പോകാൻ. അപ്പം പുറത്തിറങ്ങുന്ന വഴിയും ബസ് കിട്ടുന്ന സ്ഥലവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അവിടെ ചെന്നാൽ കയറാൻ എനിക്കൊരു കടയുടെ പേരും പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ മാഡം. നല്ല കട തന്നെയാണ് എനിക്ക് സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഉണ്ടോ, ബസ് ക്രോസ് ചെയ്യണം. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ക്രോസ് ചെയ്ത് മറ്റേ സൈഡിൽ നിന്നാണ് നമുക്ക് ബസ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ബസ്സിന് കയറി നമ്മൾ ബാലരാമപുരത്ത് വന്ന് ഇറങ്ങി. നല്ല തിരക്കാണ്. നമ്മൾ റോഡ് കണ്ടാലറിയാം, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ ഭയങ്കര പാടാണ്. ക്രോസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് നമ്മളുടെ ഈ തുണിയുടെ കച്ചവടമൊക്കെ നടത്തുന്ന സ്ഥലം എന്ന് പറയുന്നത്. അത് ഈ ഒരു ബോർഡ്, നെയിം ബോർഡ് നമുക്ക് കാണാം. അഗസ്ത്യാർ അമ്പലത്തിലേക്കുള്ള ഒരു വഴിയാണ്. ആ കോവിലിലേക്ക് കയറുന്ന വഴിയുടെ രണ്ട് സൈഡിലുമാണ് കടകൾ കേട്ടോ. നമ്മൾ അങ്ങോട്ട് കയറുമ്പം കണ്ടോ പല പല പേരുകളിലുള്ള കടകളുണ്ട്. എല്ലാം എനിക്ക് തോന്നുന്നത് ഓരോന്നും ചെറിയ ചെറിയ വീടുകളും വീടിൻ്റെ ഫ്രണ്ടിൽ കച്ചവടവും ബാക്കിലേക്ക് അവർ താമസിക്കുന്നതുമാണെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ ഈ തുണിയുടെ കച്ചവട സ്ഥലം കണ്ടിട്ടില്ലാത്തത് കാരണം കുത്താമ്പുള്ളി പോയപ്പോലും ഇങ്ങനെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. കടകളിലൊക്കെ ഇഷ്ടംപോലെ സാരികളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു പടം എടുത്തിരിക്കുന്ന വീഡിയോ എടുത്തിരിക്കുന്നതാണേ. കണ്ടോ, നല്ല സൂപ്പറല്ലേ കാണാനായിട്ട്. കാസിലിംഗം എന്ന് പറയുന്ന കട കണ്ടോ. നമ്മൾ ഇതിലേ കൂടെ നടന്ന് ഏറ്റവും അവസാനം ഒരു ഷോപ്പിലാണ് ആദ്യം കയറിയത് കേട്ടോ. കാസിലിംഗം എന്ന് പേരുള്ള ഒരു കടയിലാണ് ആദ്യം നമ്മൾ കയറിയത്. നല്ല സ്റ്റോക്കുള്ള കടയാണ്. പക്ഷേ അവിടെ 15% മാത്രമാണ് നമ്മളോട് ഡിസ്കൗണ്ട് പറഞ്ഞിരുന്നത്. അതേസമയം മറ്റ് ചില കടകളൊക്കെ 20ഉം 25ഉം ഒക്കെ വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് കേട്ടോ. ഞാനത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ഇങ്ങനെ എടുത്തിരിക്കുന്നതാണ്. കണ്ടു നോക്കിക്കേ, കളറുള്ളതും കരയുള്ളതും കസവുള്ളതും അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളാണ്. കണ്ടോ, ആ ഓറഞ്ച് കരയൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ സെറ്റ് കൊടുത്താൽ. അത് സിംഗിളായിട്ടുള്ളത് കൊണ്ട് ഡബിൾ ആയിട്ടുള്ളത് കൊണ്ട് പലതരത്തിൽ വീതിയാണെങ്കിലും വ്യത്യാസപ്പെട്ട വീതിയിലും ഒക്കെ ഉള്ളതുണ്ട് കേട്ടോ. കണ്ടോ, നല്ല സൂപ്പറല്ലേ. ഇഷ്ടംപോലെ കാണാനുണ്ട്. കണ്ട് പോരെ. പിന്നെ നമുക്ക് അകത്ത് കയറി തന്നെ എന്നോട് തിരഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അകത്ത് കയറി തിരയുവാണേ. ഒരാളെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഈ സമയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സെയിൽസ്മാൻമാരെല്ലാം ആരുടെയെങ്കിലും കൂടെ ആയിരിക്കും. ഇപ്പോൾ ഒരു ദിവസത്തേക്കിനോ 2 ദിവസത്തേക്കിനോ ഒരാഴ്ചയിലേക്കോ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് ആളിനെ കൂടുതൽ നിർത്താൻ പറ്റത്തില്ലല്ലോ. അല്ലാത്ത സമയത്തൊന്നും ഈ കടകളിൽ അങ്ങനെ തിരക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാനിങ്ങനെ തപ്പി നടക്കുവാണ്. എന്നിട്ട് ഒരു ആളിനെ കണ്ടെത്തണം. അതിനിടയ്ക്ക് ഞാൻ ഒരെണ്ണം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റ് മുണ്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ എന്നാ വിലയുടെയാ? ആ വില എന്നാ? എത്ര വരും? അതിന് ഡിസ്കൗണ്ട് ഉണ്ടോ? ആ, തരണം വെച്ചോ ഏതായാലും. അതിൻ്റെ കളറ് കറുപ്പല്ലാതെ വേറെ ഉണ്ടോ എന്ന് നോക്കാവോ. പിന്നെ ഇതിന് കുറവല്ലേ? സെയിം ആണോ? അങ്ങ് സൈഡിൽ നിർത്ത. ആ, എന്നാ വില? 900 ആണോ? പിന്നെ നമുക്ക് സെയിൽസ്മാൻ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇതേപോലെ ഓരോന്നെടുത്തിട്ട് കാണിച്ചു കൊടുക്കുവാണേ. ഇത് വേണം. നമുക്ക് തുണിക്കട കയറിയാൽ എല്ലാം എടുത്തുകൊണ്ട് പോരാൻ തോന്നും. നമ്മളെ എന്ന് പറയുമ്പം നിങ്ങൾ എനിക്കില്ല എന്ന് പറയണ്ട, പറയുന്നവരൊക്കെ ഉണ്ടായിരിക്കും. സാരമില്ല.
എനിക്കിങ്ങനെയാണ്, ഈ കടയിൽ കയറിയാൽ അത് മുഴുവൻ എടുക്കാൻ തോന്നും. പക്ഷേ നമ്മുടെ കയ്യിലെ പൈസയുടെ അളവെന്ന് പറഞ്ഞാൽ വളരെ കുറവാണല്ലോ. അപ്പം നിങ്ങൾക്കും ഇതൊക്കെ തന്നെ അറിയാം. സാധാരണ ഒരു ലേഡീസിൻ്റെ ഒരു രീതി, വാരി വാരി കൈ പിടിച്ചിരിക്കുന്ന ഒരു അളവ് കണ്ടോ. ഇത് ഞാൻ എപ്പോഴും കസവില്ലാത്തത് മേടിക്കണം എന്ന് പറഞ്ഞാണ് കടയിൽ കയറി തപ്പ്. പക്ഷേ നമ്മുടെ കണ്ണ് എപ്പോഴും ചെന്ന് ഉടക്കുന്നത് എവിടെയാണെന്നറിയോ? കസവുള്ളിടത്തും. ഇങ്ങനെ എൻ്റെ കയ്യിലില്ലാത്ത കളക്ഷനൊക്കെ തപ്പിയാണ് ഈ തിരയുന്നത് കേട്ടോ. ഇങ്ങനെ പെറുക്കി പെറുക്കി കയ്യിലെടുത്തിരിക്കുക. അപ്പം താമരയുടെ ഒരെണ്ണം ഞാൻ എടുത്തപ്പോൾ എനിക്ക് ആ കളർ ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ കണ്ടോ ചാക്കോടെ എടുത്തുകൊണ്ട് വരുവാണ്. വലിയ കൂടിനകത്ത് ഈ താമര തന്നെ ഡിസൈനാണ്. ഈ കാസലിംഗം എന്ന് പറയുന്ന കടയിൽ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ. കസവില്ലാത്ത വേണം എനിക്ക്. ഇതെല്ലാം ഡബിളാണോ? അതെന്നാ വില അതിന്? കസവില്ലാത്തത് വേണം, കര മാത്രമുള്ളത് വേണമെന്ന് പറഞ്ഞപ്പം ചേട്ടൻ പോയിരുന്ന് തപ്പുന്നതാണേ. പക്ഷേ എനിക്ക് അവിടെ നിന്നൊന്നും ഇഷ്ടപ്പെട്ടുമില്ല. അല്ല, വയലറ്റ് ഉണ്ട്, പച്ചയുണ്ട്, ചുവപ്പുണ്ടെന്ന് നോക്കട്ടെ. പല കളറുകളാണ്. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഒരെണ്ണം, അതായത് ഒരു മജന്ത ചേർന്നതാണത് കേട്ടോ. അതെടുത്തിട്ട് ഞാനിങ്ങനെ വില ചോദിക്കുവാണ്. അപ്പം അതൊന്ന് തുറന്ന് നമ്മൾ കാണുവാണ്. കണ്ടോ, അതിൻ്റെ ബോർഡറൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. ഇവിടെ വന്നെന്ന് കണ്ടപ്പം ഭയങ്കര നല്ലതെന്ന് തോന്നി. അവിടെ ഒത്തിരി എണ്ണം കാണുമ്പോൾ നമുക്ക് അത് വേണ്ട ഇത് വേണ്ട ഇങ്ങനെയുള്ളൊരു തോന്നലാണ്. അങ്ങനെ ദേ ഇങ്ങനെ ഒരെണ്ണം കൂടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടേ. തെളിച്ചോണ്ടോ? ഇതെന്നാ വിലയാ? 725. കാസലിംഗത്തിൽ നിന്ന് ഇറങ്ങി പുതിയ മറ്റ് കടകൾ തപ്പി പോവുകയാണേ. റോഡിൻ്റെ രണ്ട് സൈഡിലും കടകളാണ്. അങ്ങനെ പോയി കേരള ഹാൻഡ്ലൂംസിൻ്റെ മുമ്പിലെത്തി. അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. എന്നാ വിലയാ? 1800. ഇതിനകത്ത് ഈ പച്ചയുടെ സൈസ് കാണിച്ചു. ആ 840. അപ്പോൾ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ എത്ര വരും? 670 രൂപ. ഡിസ്കൗണ്ട് കഴിയുമ്പോൾ 670 രൂപ. കാണാൻ പറ്റുമോ? നല്ലതാണ്. ഇതൊരെണ്ണം വേണേ. ഇതൊരെണ്ണം വെച്ചോ. ഇതേപോലെ പിന്നെ ദേ ഈ മഞ്ഞ കാണിച്ചേ. ആ മഞ്ഞ ദേ അത്. ഈ മഞ്ഞ എങ്ങനെയുണ്ട്? പക്ഷേ ഈ മഞ്ഞ ബ്ലൗസ് ഇട്ട വൃത്തികേടായിരിക്കും അല്ലേ? അല്ലേ, വൃത്തികേടല്ലേ? ഇതെങ്ങനെയുണ്ട്? അത് വേണ്ട. അതെത്രയുടെ എപ്പോൾ എടുത്തേനെ? 1325. നല്ലതൊക്കെ അത്. 1300. ഇതെന്നാ വിലയായിരുന്നു? 1150. വേണ്ടല്ലേ? അത് വേണ്ട. 510 അല്ലേ? അതിന് ഡിസ്കൗണ്ട് കാണുമല്ലോ. ആ, ഇത് 10% 20% അല്ലേ? 100 കുറയത്തില്ലേ? ആ 50 കുറയണ്ടത്. ആ 20% ഡിസ്കൗണ്ട് അല്ലേ? ആ GST ഉണ്ട്. GST എടുക്കാതെ തന്നെ തരും. ആ ശരി ശരി. GST 5% ഉണ്ട്. ഇതിൻ്റെ ഇതിക്ക് വീതി കൂടിയതുണ്ടോ ഇതിൻ്റെ? ഇല്ലല്ലേ? നല്ല പാറ്റണ. ഇതെടുത്ത എങ്ങനെയുണ്ട്? ഇത് കോട്ടൺ ആണോ? പ്യൂർ കോട്ടൺ തന്നെ. നല്ലതാന്ന് തോന്നുന്നല്ലേ? ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ പറ്റും. ഇത് എത്രയാണെന്ന് എന്നോട് പറഞ്ഞ വില? ഇതെങ്ങനെയാണെന്ന് എന്നോട് പറഞ്ഞ വില? 300 ആണോ? എല്ലാം 2.8 ആണോ? എല്ലാം 2.8 75 രണ്ടും മതി. ഇതെങ്ങനെയുണ്ട്? ഇതിനും 1000. ഇതിന് എത്ര വില? 300 ഉള്ളതാണോ? എന്നല്ലേ എന്നോട് പറഞ്ഞേ? 500. റോസ് ബ്ലൗസ് എടുത്തിട്ടാൽ നല്ലതായിരിക്കും അല്ലേ? എന്നാൽ ഇത് നമുക്ക് മാറ്റി വെക്കാം. 672 എടുത്തിട്ടുണ്ട്.
ഇത് നല്ലതായിരുന്നു, പക്ഷേ കസവ് വീതി കുറവാണ്. എത്ര രൂപ മുളകിന്? ഞാനിപ്പം കാണിച്ചതൊക്കെയാണ് ബ്രൗണൊക്കെ വന്നിട്ടുണ്ട്, എടുത്തു തരാം. കര മാത്രമായിരുന്നു 612. കളർ നല്ലതായിരുന്നു അല്ലേ? റോഡിൻ്റെ കണ്ടോ, 2 സൈഡിലും വരുന്നതെന്ന് പറയുന്നത് ഇതുപോലെ തുണിക്കടയാണേ. ഓ സൂപ്പറാട്ടോ, ഇവിടെ വന്നാൽ പോകാൻ തോന്നത്തില്ല. അപ്പറേ ഇപ്പറേ. ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് എടുത്തത് കാണിക്കാവേ. അപ്പോൾ തുണിയെടുക്കലൊക്കെ കഴിഞ്ഞിറങ്ങി നമ്മൾ ചോറുണ്ണാനായിട്ട് കയറി. ഉച്ച സമയം എനിക്കൊരു തോന്നുന്നൊരു 12:45 ആയപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് അതിനടുത്തുള്ള ഒരു ഫാമിലി റെസ്റ്റോറൻ്റാണ്. ഒത്തിരി കടകളൊന്നും തിരഞ്ഞു പോകാനൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഉള്ളിടത്ത് കയറി ഞാനൊരു ചോറും വാങ്ങിച്ചു. എൻ്റെ കൂടെയുള്ള ഹസ്ബൻഡ് ഒരു ചിക്കനും ചപ്പാത്തിയും കൂടെ വാങ്ങിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണേ. അപ്പം നമ്മൾ വിചാരിച്ചതിലും നേരത്തെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഞാൻ വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ വൈകുന്നേരം വഞ്ചിനാടിന് 5:30 പോരാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മളിങ്ങനെ നേരത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞത് കൊണ്ട് മദ്രാസ് മെയിൽ കിട്ടി കേട്ടോ. സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മളിവിടെ തൂക്കിയിട്ടു. നല്ല ഇടയുണ്ടായിരുന്നു നമ്മൾ വണ്ടിയെ കയറുമ്പം. പക്ഷേ കൊല്ലത്തൊക്കെ വന്നപ്പോഴത്തേക്കിന് ഭയങ്കര തിക്കും തിരക്കുമായി. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങാൻ തന്നെ പാടായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടായത് കാരണം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരികെ പോരുന്ന വീഡിയോയും എടുത്തില്ല. നമ്മളിപ്പം ബാലരാമപുരത്ത് പോയി എടുത്തുകൊണ്ട് വന്ന കുറച്ച് സെറ്റ് മുണ്ടുകളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അവിടെ കുറേ എണ്ണം നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അവൻ്റെയൊക്കെ വിലയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചെണ്ണം മാത്രമാണ് ഞാൻ എടുത്തത്. അത് ഞാൻ എടുത്തത് കാണിച്ചു തരാം. അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻ്റ് ഇടാൻ മറന്നു പോകരുതേ. ആദ്യം ഞാൻ കാണിക്കുന്നത് ആദ്യം കയറിയ കടയിൽ നിന്ന് മേടിച്ചതാണേ. നമ്മുടെ സബ്സ്ക്രൈബറെ അവിടെ വെച്ച് കണ്ടില്ലേ, സബ്സ്ക്രൈബർ പറഞ്ഞു തന്ന കടയാണ് ആദ്യം നമ്മൾ പോയത്. അത് ഏറ്റവും ബാക്കിലാണ്. അങ്ങനെ അവിടെ നിന്ന് പോയി എടുത്തതാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഒന്ന് ഇതാണേ, കണ്ടോ? എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് ശരി കൈത്തറിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി വിലയൊക്കെ കൂടുതലാണ്. അവരവിടെ പറഞ്ഞ വിലയെന്ന് പറയുന്നത് ഇതിന് 1300 പക്ഷേ അതിന് ഡിസ്കൗണ്ട് ഇട്ട് തന്നിട്ടുണ്ട്. ഏകദേശം 900 വിലയാണ് വന്നിരിക്കുന്നത്. കണ്ടോ? സൂപ്പറല്ലേ? നല്ല സൈഡും ഒക്കെ. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിപ്പം റെഡും ബ്ലാക്കും കൂടെ ചേർത്തിട്ടാണേ. അപ്പം ഞാൻ വിചാരിച്ചു റെഡും ഗ്രീനും ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ മുഴുവൻ തപ്പിയിട്ടും ഇല്ല. ഇപ്പം ചിലപ്പോൾ ഉണ്ടായിരുന്നതായിരിക്കും. ഈ ഒരു സീസൺ എന്ന് പറയുന്നത് എല്ലാവരും മേടിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ചിലപ്പം വിറ്റ് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതൊരെണ്ണം കാസലിംഗത്തിൽ നിന്ന് വാങ്ങിച്ചാണ്. പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് ഇതാണേ. ഇതും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ? നല്ലൊരു ചെറിയ ലൈറ്റ് ഷെയ്ഡാണ്. സാധാരണ എപ്പോഴും കസവിൻ്റെ കൂടെ വരുന്നതെന്ന് പറയുന്നത് ഡാർക്ക് ഷെയ്ഡായിരിക്കുമേ. അപ്പോൾ ഡാർക്ക് ഷെയ്ഡ് എനിക്ക് അത്രയ്ക്ക് നല്ലോണം ചേരത്തില്ല. അപ്പം ഞാൻ ഓർത്തു ഇതിൻ്റെ കൂടെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൂട്ടിയിട്ട് കിട്ടുന്നത്. നമ്മുടെ ഈ കോട്ടയത്തെ കടകളിലൊന്നും പോയാൽ എനിക്ക് അങ്ങനെ കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയും നമ്മൾ സെറ്റ് മുണ്ടും അതുപോലെ കൈത്തറിയുടെ സാരിയൊക്കെ മേടിക്കാനുള്ളപ്പം ഇവിടെ പോകണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഏകദേശം ഒരു 800 രൂപ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം 2.8 ആണേ. നമ്മൾ സെറ്റ് മുണ്ടുകൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും 2.8 നോക്കി വേണം വാങ്ങിക്കാൻ. അല്ലെങ്കിൽ തീരെ വണ്ണം കുറഞ്ഞവരാണെങ്കിൽ 2.6 ഒക്കെ ആണെങ്കിലും മതി. കാരണം സെറ്റ് മുണ്ട് എത്ര നല്ല ക്വാളിറ്റിയുടേതാണെന്ന് പറഞ്ഞാലും നനയ്ക്കുമ്പം ശകലം ചുരുങ്ങും. അപ്പം നനച്ചതിന് ശേഷം നമുക്ക് ഉടുക്കാനായിട്ട് നല്ല ലെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ 2.8 എടുത്ത് വെച്ചാലേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തേതിന് ഒരു 1000-നടുത്ത് വിലയായി. ഇതിന് ഒരു 800-നടുത്ത് വിലയായിട്ടുണ്ട് കേട്ടോ. വില ഒരുപക്ഷെ ഈ വിലയ്ക്ക് ഇവിടെ നമ്മുടെ അടുത്ത് കിട്ടുമോയെന്ന് എനിക്കറിയാൻ മേല. ഇനി കിട്ടിയാൽ ഇതുപോലെ സെലക്ഷൻ കിട്ടത്തില്ല. നല്ല സെലക്ഷൻ ഉണ്ട് അവിടെ. അതുപോലെ ഞാൻ വേറൊരു സെറ്റ് മുണ്ട് ആ കടയിൽ ആദ്യം കണ്ടായിരുന്നു. കണ്ടിഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്ന് എടുക്കാതെ പോകുന്നു. വേറെ കടകളിലും കയറുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ പല കടകളിലൊക്കെ കയറി എന്ന് ഇവിടുത്തേതൊക്കെയാണ് നല്ലത്, എവിടെയാണ് ലാഭം, എവിടെയാണ് നല്ല ഇടപെടൽ എന്നൊക്കെ മനസ്സിലാക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ വേറെ പല കടകളിലേക്കും തപ്പിപ്പോയി. എന്നിട്ട് പക്ഷേ ഈ ഒരു സെറ്റ് മുണ്ട് വേറെ എങ്ങും ഈ മോഡൽ കണ്ടു കിട്ടിയില്ല കേട്ടോ. ഇതിൻ്റെ തന്നെ നീല വേറെ ഏതോ കടകളിൽ കണ്ടായിരുന്നു. പക്ഷേ ഈ പച്ച കണ്ടില്ല. അപ്പം ഞാൻ ഓർത്തു നീലയേക്കാളും നല്ലത് പച്ചയാണ് എന്ന് എനിക്ക് തോന്നി. ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ.
അപ്പോൾ ഇതിനകത്താണെങ്കിൽ പച്ചയും മെറൂണും ക്രീമും കസവും എല്ലാം കൂടെ വരുമ്പം നല്ലൊരു എടുപ്പുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 500 രൂപ, 500-600 രൂപ. ഇതേ വില എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 500-600 രൂപയുടെ ഒരു റേഞ്ചിലാണ് വില വന്നത് കേട്ടോ. വില കാണിച്ചിട്ടില്ല അവർ. ഇനി നമ്മൾ കാണിക്കുന്നതെന്ന് പറയുന്നത് ബാലരാമപുരം ഹാൻഡ്ലൂംസ് എന്ന് പറയുന്ന, നമ്മളിപ്പം ആ അമ്പലത്തിൻ്റെ എൻട്രൻസ് കണ്ടല്ലോ, അവിടുന്ന് അങ്ങോട്ട് കയറിയാൽ ഉടനെ തന്നെ കാണുന്ന ഒരു കടയാണ് ബാലരാമപുരം ഹാൻഡ്ലൂംസ് എന്ന് പറയും. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതിൽ ഒരെണ്ണം, ഇത് ഇപ്പോഴത്തെ നമ്മുടെ ലേറ്റസ്റ്റ് മോഡലാണേ. ഇത് തന്നെ ഞാൻ വേറെ കടകളിലൊക്കെ കണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു കളർ കോമ്പിനേഷനിൽ കണ്ടില്ല. ഇതെന്ന് പറയുന്നത് ബ്ലാക്കിൻ്റെ കൂടെ ഓറഞ്ചാണേ. ഇതിന് തീരെ വിലക്കുറവാണ്, 500 രൂപയ്ക്ക് അടുത്തുള്ള ഒരു വില മാത്രമേ ഉള്ളൂ. നല്ലതാണ്. 2 സൈഡിൽ ഇതിപ്പോൾ നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായൊരു മോഡൽ. ഇതിന് വിത്ത് ബ്ലൗസും ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ലൊരു ഓറഞ്ചിൻ്റെ ഷെയ്ഡ് ചേർന്നിട്ടുള്ളതായ കാരണം ഇട്ടാൽ നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ടാണ്. തെളിച്ചുള്ള കളറാണല്ലോ, അല്ലെങ്കിൽ നമുക്കിത് ഈ സൈഡിലെ ഓറഞ്ച് ആണെങ്കിലും വീടുകളിൽ കാണും എപ്പോഴും. അത് കൂട്ടിയാണെങ്കിലും ഇടാം, എന്നാലും നല്ലതായിരിക്കും. അങ്ങനെ ഒരെണ്ണം മേടിച്ചതാണ്. പുതിയ മോഡലാണ്, പുതിയ ട്രെൻഡാണല്ലോ. അങ്ങനെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇതൊരു കിടുക്കാച്ചി കേട്ടോ, കണ്ടോ, നല്ല സെറ്റ് മുണ്ടാണ്, നല്ല കോട്ടനാണ്. അതുപോലെ അത് ഈ പുതിയ ഒരു രീതിയാണ്, കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല നീളവും വീതിയൊക്കെ ഉണ്ട്. നല്ല മജന്ത കളർ ബ്ലൗസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല എടുപ്പ് കാണും ഇതിന്. അപ്പോൾ എനിക്കിവിടെ ഒരു മജന്തയുടെ തുണി ഇരിപ്പുണ്ടെന്ന്, അതൊന്ന് തയ്ച്ചു എടുക്കണം. ഇനിയിപ്പോൾ തയ്ക്കാൻ സമയമുണ്ടോയെന്ന് അറിയത്തില്ല, ഇനി 1-2 ദിവസമല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് നമ്മുടെ പതിവ് ജോലിയുണ്ട്, പിന്നെ വീട്ടു ജോലിയുണ്ട്, പിന്നെ ചെടി നടണം. ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സമയം കിട്ടുമോയെന്ന് അറിയില്ല. അല്ലെങ്കിൽ എല്ലാം പഴയതും കൂട്ടിയിട്ടാണെങ്കിലും ഒന്ന് ഇട്ട് നോക്കണം. സൂപ്പറല്ലേ, ഇഷ്ടപ്പെട്ടോ? ഇതിന് വളരെ വിലക്കുറവാണ് കേട്ടോ, 500 രൂപയുടെ അടുത്തൊരു റേഞ്ച് മാത്രമാണ് വിലയുള്ളത്. ഇനി ഇത് നമ്മളടുത്തത് കേരള ഹാൻഡ്ലൂംസിൽ കയറിയായിരുന്നേ. അപ്പോൾ അവിടുന്ന് കുറച്ചെണ്ണം മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഓരോന്നോരോന്ന് കാണാം കേട്ടോ. ദേ 2.8 ലെങ്തൊക്കെ. ഇതിന് പറഞ്ഞ വില അവർ 1320 പക്ഷേ ഇതിന് 20% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നല്ലതാണെന്ന് എനിക്ക് തോന്നി, അങ്ങനെയാണ് ഞാൻ ഇതങ്ങ് എടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇത് മുന്താണിയാണ്, ഇത് ടിഷ്യൂ ആണ്, ഈ കസവ് മാത്രം. ബോഡി നല്ല കോട്ടനാണ്, എന്നിട്ട് കസവ് ടിഷ്യൂവേൽ പ്രിൻറ്റും കളറും കൂടെ വന്നിരിക്കുന്നതാണ്. നല്ലൊരു വെറൈറ്റി ലുക്ക് കണ്ടിത്. ഇവിടെ വന്നാൽ പിന്നെ കിട്ടുകയില്ലാത്ത കാരണം ഞാനങ്ങ് മേടിച്ചതാണ്. പിന്നെ ദേ ഒരെണ്ണം ദേ ഇതാണ്. കേരള ഹാൻഡ്ലൂംസുകാർ പിന്നെ അതിലൊക്കെ വിലയൊക്കെ ഇട്ടിട്ടാണ്. ഏകദേശം 500 രൂപയാണ്. അതിൻ്റെ 20% കഴിഞ്ഞിട്ട് 2400 രൂപ വില വന്നിരിക്കുന്ന ഒരു ക്ലോത്തായത്. അപ്പം ഞാൻ കാണിച്ചു തരാം. പ്രിൻ്റായത് കേട്ടോ, നല്ല ഭംഗിയില്ലേ അല്ലേ? പ്രിൻ്റാണ്, പോകത്തില്ലെന്ന് തോന്നുന്നു. നല്ല കോട്ടൺ തന്നെയാണ്. അങ്ങനെ ഞാൻ ഇതുപോലത്തെ പ്രിൻറ്റിൻ്റെ ഒരെണ്ണം എടുത്തു. അത് 400 രൂപ. ഇതാണ് നമ്മുടെ അടുത്തത് കേട്ടോ. ഇത് കസവില്ലാത്ത ഒരെണ്ണം കിട്ടിയതാണ്. കണ്ടോ, 535 രൂപയാണ് വില. അതിൻ്റെ 20% ഡിസ്കൗണ്ടാണ്. അപ്പോൾ ഒരു 400 രൂപയ്ക്ക് അടുത്ത് വില വന്നിട്ടുണ്ട്. പക്ഷേ ഈ കളർ അങ്ങനെ നല്ലോണം കിട്ടാത്ത ഒരു കളറായതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. ഭയങ്കര റെയറായിട്ട് കിട്ടുന്ന കുത്താമ്പുള്ളി ഞാൻ പല പ്രാവശ്യം ഈ കളറിന് വേണ്ടി തപ്പിയിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു പ്രാവശ്യം കുത്താമ്പള്ളിയുടെ ഒരു ഷോറൂം കോട്ടയത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഇതേ കളർ കണ്ടായിരുന്നു, പക്ഷേ ഡബിൾ സെറ്റും ഉണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ ഡബിൾ സെറ്റും കൊണ്ട് കൊടുക്കാറില്ല, കണ്ടവാനം വീർത്തിരിക്കും. അതുകൊണ്ട് ഞാൻ സിംഗിൾ സെറ്റും കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇത് മേടിച്ചാണ് 400 രൂപ. നല്ലല്ലേ, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. കുറേ കൂടെ ഇതുപോലത്തെ കര മാത്രമുള്ളത് മേടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ കര മാത്രമാണ് കളറാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ തപ്പി ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണിൽ ഇഷ്ടം വരുന്നത് കസവ് ചേർന്നതായിരിക്കും. ഇത് കണ്ടോ, ഇതെങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ. ദേ ലോട്ടസിൻ്റെ ഡിസൈനാണ് കേട്ടോ. കണ്ടോ, താമരയെല്ലാം കൂടെ നിൽക്കുന്ന നിപ്പ് കണ്ടോ. ഇത് നീല കൂട്ടി ഞാൻ കാസ്ലിംഗെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1000 കൂടുതൽ രൂപയാണ് അവർ വില പറഞ്ഞത്. ഇതിന് അത്രയും വിലയില്ല കേട്ടോ. ഞാനിത് പറയാം, 1060 രൂപ. അപ്പോൾ ഒരു 800 രൂപയായിരിക്കും. 800 രൂപയ്ക്ക് അടുത്ത ഒരു വിലയാണ്. ഇത് കേരള ഹാൻഡ്ലൂംസിന് മേടിച്ചാൽ കേട്ടോ. പക്ഷേ കേരള ഹാൻഡ്ലൂംസിലുണ്ടല്ലോ ചില ആൾക്കാർ ചെന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കടക്കാർ ഭയങ്കര കോപ്പറേറ്റീവായിട്ട് ഓണർ ഇത് ഇയാൾക്ക് നമ്മൾ യൂട്യൂബുകാർ വന്നാൽ എല്ലാ സാധനവും കൂടെ വാരി വലിച്ചിടും, ഞങ്ങളുടെ ജോലിക്കാർക്ക് പണി കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇടങ്കേടൊക്കെ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ നമ്മൾ സൈഡ് വഴി നിന്നിട്ട് ഇതങ്ങ് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലേ. ഇത്രയും വിലയുള്ളൂ, നല്ല സൂപ്പറാട്ടോ. എനിക്ക് ഈ പച്ച ചേർന്ന് വന്നപ്പം
പച്ചയും ചുമലയും കോമ്പിനേഷൻ വരുമ്പം പച്ച ബ്ലൗസ് ഇട്ടാൽ ഭയങ്കര നല്ല, മെറൂൺ ഇട്ടാലും നല്ലതാണ്. അപ്പം ഞാൻ പച്ച ഇടണമെന്ന് വിചാരിച്ചിട്ടാണിത് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതൊരു റോസ് ഗോൾഡിൻ്റെതാണേ. അപ്പോൾ 800 രൂപ വില വന്നിട്ടുണ്ട് ഇതിൻ്റെ സെറ്റ് മുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റോസ് ഗോൾഡിൻ്റെത് എനിക്കില്ല, റോസ് ഗോൾഡും വേണം, ലൈൻസും വേണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ. അപ്പോൾ അതിങ്ങനെ അവിടെ കണ്ടപ്പോൾ, ഞാൻ കുത്താമ്പുള്ളി കണ്ടപ്പോൾ എനിക്ക് ലൈൻസ് കൂട്ടി കിട്ടിയില്ല, അപ്പം ഞാൻ മേടിച്ചില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഇത് റോസ് ഗോൾഡിൻ്റെ ലൈൻസും കൊണ്ട് റോസ് ഗോൾഡിൻ്റെ കസവും കൂടെ കൂട്ടി കണ്ടപ്പോൾ എന്നാൽ ഇതിൽ കൂടുതൽ വീതിയൊട്ടില്ല താനും. അവർക്ക് ഈ ഒരു വീതി, എനിക്ക് തോന്നുന്നത് സ്റ്റാൻഡേർഡ് വീതിയായിട്ടായിരിക്കാം, ഈ ഒരു വീതിയിലുള്ള കസവ് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കേരള ഹാൻഡ്ലൂംസിൽ എനിക്ക് എടുത്തു തന്ന സെയിൽസ്മാൻ ഒരു ഇച്ചിരി പ്രായമൊക്കെ ഉള്ളതാണെങ്കിലും ഭയങ്കര നന്നായിട്ട് കോപ്പറേറ്റീവ് ആയിരുന്നു. അങ്ങനെയുള്ള സെയിൽസ്മാനും സെയിൽസ് ഗേൾ ആണെങ്കിലും നമ്മളോട് അങ്ങനെ ചേരുന്ന, നല്ലത് കാണിച്ചു തരുന്ന, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു താല്പര്യമുള്ള ആൾക്കാരെ കിട്ടിയാലേ നമ്മൾ വേണമെന്ന് വിചാരിക്കുന്നതിലും കൂടുതൽ സാധനം എടുക്കാനാണ് സാധ്യത. അപ്പം ഞാൻ ഇതും നല്ല കോട്ടനാണ് കേട്ടോ, നല്ല കോട്ടൻ്റെതാണ്. പിന്നെ ഒരെണ്ണം കൂടെ എടുത്തിട്ട് കണ്ടോ, ഇതും എനിക്ക് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ആദ്യം ഞാനിത് എടുത്തിട്ട് തിരിച്ചു വെക്കുന്നതാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുവാണെങ്കിൽ അറിയാം. ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചതാണേ. ഇതിനകത്ത് മുഴുവനും അടുപ്പിച്ചടുപ്പിച്ച് ചെറിയ കസവിൻ്റെ ലൈൻസാണേ. കണ്ടോ, അടുത്ത് കണ്ടാലേ അതറിയത്തുള്ളൂ. അപ്പോൾ അതൊരു വെറൈറ്റി ആണല്ലോ, വേറെങ്ങ് ഞാനിത് കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങളിത് കോട്ടയത്തു നിന്നൊക്കെ വാങ്ങിച്ചാൽ ഭയങ്കര വിലയായിരിക്കും. ഒരു വണ്ടിക്കൂലി ഇപ്പം വഞ്ചിനാട് പോലത്തെ വണ്ടിക്കൊക്കെയാണ് പോകുന്നത്, അല്ലെ വേണാട് പോലത്തെ വണ്ടിക്കാണ് പോകുന്നതെങ്കിൽ വണ്ടിക്കൂലി എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നും വരുന്നില്ല. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം കഴിക്കുന്നതിൻ്റെയൊക്കെ അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അതൊരു വലിയ ചിലവൊന്നുമല്ല. അപ്പോൾ കോട്ടയത്തൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ നമുക്കിതുപോലെ ബാലരാമപുരത്തൊക്കെ പോയി മേടിക്കാൻ സമയമുള്ളവരാണെങ്കിൽ നല്ലതാണേ. അപ്പോൾ ഞാൻ ഇതും കൂടെ മേടിച്ചിട്ട് ഈ പ്രാവശ്യത്തെ സെറ്റ് മുണ്ട് മേടിക്കലും ഞാൻ നിർത്തിയിരിക്കുവാണേ. എന്തിനാണെന്ന് നമ്മൾ ഓർക്കും, പക്ഷേ മേടിക്കലും നിർത്തി എന്നൊക്കെ പറഞ്ഞാലും പിന്നെയും പോകും, പിന്നെയും മേടിക്കും. ഇതിൽ ഏത് സെറ്റ് മുണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏത് കടയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകല്ലേ. ഇതേപോലെ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.